ആൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ വിട്ടയച്ച പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്ത് വധശ്രമം കുറ്റം ചുമത്തി. കായംകുളം പോലീസ് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ച BJP പ്രവർത്തകൻ മനോജിനെയാണ് ജില്ലാ പോലീസ് മേധാവി ഇടപെട്ട് വീണ്ടും അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. മോഷണ കുറ്റം ആരോപിച്ചായിരുന്നു ക്രൂര മർദ്ദനം. അവനാണെങ്കിൽ എൻ്റെ കോളറെ പിടിച്ച് പൊക്കിയെടുത്ത് സൈക്കിൾ എടുത്ത് തലയും കുത്തിയിട്ടിട്ട് സൈക്കിൾ മൊത്തം നശിപ്പിച്ച് എന്നിട്ട് എൻ്റെ കോളറൊക്കെ പിടിച്ച് അണ്ണങ്ങാടി ചള്ളൊക്കെ വന്ന്. അപ്പോൾ എനിക്കറിയാവുന്ന വീട് അപ്പുറത്തായിരുന്നു. അവിടെ ചെന്നിട്ട് അവിടുത്തെ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ ഒന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അവനെ ഇന്ത്യയിൽ അവനെ എനിക്കറിയാവുന്നതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് ചെറിയ താല്പര്യം പറയുന്നതെന്ന് ഞാൻ പുള്ളി ചീത്ത വിളിച്ചെന്നൊക്കെ പറഞ്ഞു. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതിക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ട്. എന്നിട്ടും ആ മർദ്ദനമേറ്റ് പോലീസിൽ പരാതി നൽകിയിട്ടും 308 വധശ്രമത്തിന് കേസെടുക്കാൻ SHOയ്ക്ക് വന്ന പിഴവ് എന്താണ്? പിന്നീട് SP ഇടപെടേണ്ടി വന്ന സാഹചര്യം എന്താണ്? വിവരങ്ങൾ. സുഹൈൽ, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഷാജിയുടെ മകൻ 14 വയസ്സുകാരനായ ഷാഫിയെ മനോജ് എന്ന കാപ്പിൽ സ്വദേശി, കായംകുളം കാപ്പിൽ സ്വദേശി ക്രൂരമായി മർദ്ദിച്ചത്. വീട്ടിൽ പട്ടിണിയായിരുന്നു. പട്ടിണി മൂലം വീട്ടിലെ ആക്രി സാധനങ്ങൾ ഒരു ആക്രി കടയിൽ കൊണ്ട് വിൽക്കുവാൻ വേണ്ടി ഷാഫിയും ഷാഫിയുടെ ഇളയ അനിയനും കൂടി കടയിലേക്ക് പോകുന്ന സമയത്താണ് ഇതെവിടെ നിന്നോ മോഷ്ടിച്ചതാണ് എന്ന് ആരോപിച്ചുകൊണ്ട് അത് ചോദ്യം ചെയ്തുകൊണ്ട് ഷാഫിയെയും ഷാഫിയുടെ അനിയനെയും മർദ്ദിച്ചത്. ഷാഫിയാണ് കൂടുതൽ മറിച്ചത്. ഷാഫിയുടെ സൈക്കിൾ എടുത്തെറിഞ്ഞു. ഒപ്പം തന്നെ ഷാഫിയുടെ കഴുത്തിന് കുത്തിരി പിടിച്ച് മതിലിലേക്ക് ചേർത്ത് പിടിച്ചു. ഒപ്പം തന്നെ പല രീതിയിൽ അടിവയറ്റിലൊക്കെ തന്നെ ചവിട്ടി. 3 ദിവസമായും ഷാഫിക്ക് മൂത്രം പോകാത്ത സ്ഥിതിയിലേക്ക് വരെ എത്തി. തിങ്കളാഴ്ച കായംകുളം പോലീസിൽ പരാതി നൽകിയിട്ടും കായംകുളം CI ഇതിൽ സംബന്ധിച്ച് കേസെടുക്കാൻ തയ്യാറായില്ല. കായംകുളം CI ഇടപെട്ടുകൊണ്ട് ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്ത് ഈ വിഷയം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷേ ഈ ആരോഗ്യസ്ഥിതി 14-കാരനായ ഷാഫിയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളായി. ആദ്യം വീട്ടിൽ തന്നെ ചികിത്സിച്ചെങ്കിലും പിന്നീട് സ്ഥിതി മോശമായതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു. ഇപ്പോഴും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മൂത്രം പോകുന്നില്ല എന്ന പ്രശ്നമാണ്. കഴുത്തിലും വലിയ പരിക്കുകളുണ്ട്. അങ്ങനെയാണ് ഈ കേസിൽ വീണ്ടും പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായത്. പക്ഷേ ഇന്നലെ വൈകിട്ട് കായംകുളം പോലീസ്, കായംകുളം DYSPയുടെ നിർദ്ദേശപ്രകാരം കായംകുളം CI ഈ സംഭവത്തിൽ കേസെടുത്തുവെങ്കിലും വെറും സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രം ചുമത്തി പ്രതിയെ രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിന് വിട്ടയച്ചു. പക്ഷേ ഈ സംഭവത്തെ പറ്റി പോലീസ് പിന്നീട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി ലഭിച്ചു. ഈ സംഭവത്തിൽ കുട്ടിക്ക് ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് എന്ന് മനസ്സിലായതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഈ വിഷയത്തിൽ ഇടപെട്ട ശേഷമാണ് ഇത് ജാമ്യം നൽകി വിട്ടയച്ചു. 307 വകുപ്പ് ചുമത്തിയില്ല. ഇത്തരത്തിലേക്ക് അനാസ്ഥ അത് മനഃപൂർവ്വമാണോ? രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി എന്ന ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? സുഹേൽ, അതായത് രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം പ്രതി ഇതിനകത്ത് ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കായംകുളം CI, അതായത് തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായി തന്നെ പല സ്റ്റേഷനുകളിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം ഉണ്ടായിരുന്നു. കായംകുളത്ത് വന്ന പുതിയ CI ഈ മനോജിന് വേണ്ടി വലിയ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തു. CI തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ 14 വയസ്സുകാരൻ്റെ കുടുംബത്തിനൊരു സൈക്കിൾ വാങ്ങിക്കൊടുത്ത് പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന വലിയ ആരോപണം, പരാതിയൊക്കെ തന്നെ ഉയരുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ ഇടപെട്ടുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം ലഭിച്ച ഒരു കേസിൽ, അതേ കേസിൽ തന്നെ വീണ്ടും പ്രതിയെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത് അത് വധശ്രമമാക്കി മാറ്റിയിട്ടുള്ളത്. പ്രതിയെ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പ്രതി കാപ്പിൽ സ്വദേശി, അതായത് കായംകുളം കാപ്പിൽ സ്വദേശി മനോജിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. BJPയുടെ സജീവ പ്രവർത്തകനാണ് മനോജ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ആ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ കേസിൽ മനോജ് പോലീസിനെ സ്വാധീനിച്ചുകൊണ്ട് കേസിൽ നിന്ന് ഊരാൻ ശ്രമിച്ചത്. എന്തായാലും ആലപ്പുഴയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഉത്തരേന്ത്യയുടെ പ്രബുദ്ധതയെ ചോദ്യം ചെയ്യുന്ന പൊതുവിചാരണ ഏറെ കണ്ടതാണ്. സമാനമായൊരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ട് ഒരു ചെറിയ കുട്ടിക്ക് അതിക്രൂരമായ മർദ്ദനമേറ്റിട്ടും അതിൽ വധശ്രമത്തിന് കേസെടുക്കാതെ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ച സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ സമ്മതിക്കാതെ